ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുള്ള ആളാണോ അല്ലയോ? യെസ് ഓഫ് കോഴ്സ്. എത്ര കാലമായി, എന്തുകൊണ്ട് എടുത്തു എന്നുള്ളത് പറയാൻ പറ്റുമോ? ഞാൻ എടുത്തിട്ട് ഇപ്പൊ 3 വർഷമായി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 3 വർഷമായിട്ട് ക്ലെയിം ഒന്നും വന്നിട്ടില്ല. ക്ലെയിം വരാത്തത് കൊണ്ട് സങ്കടവുമില്ല. കാരണം വരാനുള്ളത് ചിലത് വലുത് വരാനുണ്ടെങ്കിലും അന്നേരം നമുക്ക് അറിയില്ലല്ലോ എന്തായിട്ട് സംഭവിക്കാന്നുള്ളത്. ഞാൻ പറയുന്നത് ഞങ്ങൾ 5 മെമ്പേഴ്സാണ് എന്റെ ഫാമിലിയിൽ. ഓക്കെ, 5 മെമ്പേഴ്സിന് നമ്മള് 35,000 രൂപയാണ് നമ്മളിപ്പം ഒരു വർഷം അടയ്ക്കുന്നു. എന്ന് വെച്ചാൽ പെർ ഹെഡ് 20 രൂപ വരും ഒരു ദിവസം. ഒരു പെർ ഹെഡ് ഒരു ദിവസം ഒരു ചായ കഴിക്കുന്ന പൈസ, ചായ കുടിക്കുന്ന പൈസ അല്ലേ? അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തോ? ബ്രില്യന്റ്. എക്സാക്ട്ലി അങ്ങനെ വേണ്ട. നമ്മൾ ജീവിതം കോസ്റ്റിംഗ് എന്ന് പറയുന്നതല്ലേ. നമ്മളിപ്പം ഒരു ദിവസം റെസ്റ്റോറന്റിൽ കയറി കഴിഞ്ഞാൽ ചായയും കടിയും കഴിക്കാൻ വന്നാൽ ഇപ്പൊ 100 രൂപയെങ്കിലും മിനിമം വേണം, വേണ്ടേ? തീർച്ചയായിട്ടും. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു ചായ ഇൻഷുറൻസ് കമ്പനിക്ക് കൂടി വാങ്ങി കൊടുക്കുന്നു കൂട്ടുക. എന്റെ മോനെ കേക്ക് വിജി, കേക്ക് വിജി, കേക്ക് കേൾക്കുന്നു. അല്ല, നമ്മള് കൂടെ ഒരാൾ വന്നിട്ട് ഇച്ചിരി ചായ വാങ്ങി തരുമെന്ന് വെച്ചാൽ കൊടുക്കാതിരിക്കുമോ? കൊടുക്കുമല്ലോ. ഡെയിലി ഒരു ചായ ഇൻഷുറൻസ് കമ്പനിക്ക്. അവര് കുടിച്ചോട്ടെ. ഇപ്പൊ അവർക്ക് എങ്ങാനും അത് എന്താ പറയാ, ആ ചായ നമുക്ക് തോന്നണോ ഞാനൊരു വർഷം അവന് ചായ വാങ്ങി കൊടുത്തു, അവരെനിക്കൊന്നും തിരികെ തന്നില്ല. നോ, ദർ ഇസ് നോ കംപ്ലൈന്റ് അറ്റ് ഓൾ. ഒരുപാട് പൈസ നമ്മൾ അനാവശ്യമായിട്ട് വേസ്റ്റ് ചെയ്യുന്ന ഒരു വിഭാഗമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് പോലും നമ്മൾ ഒരു പെർസെന്റേജ് വേസ്റ്റ് ചെയ്യുന്നുണ്ട്. അക്കൂട്ടത്തില് ശരിക്കും കണ്ണടച്ചാൽ കളയാവുന്ന ഒരു തുക മാത്രമേ ഹെൽത്ത് ഇൻഷുറൻസിന് ആക്ച്വലി വരുന്നുള്ളൂ. പക്ഷേ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ, ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളാണ്, എന്റെ ഫാമിലി ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഞാനത് ആക്ച്വലി ചെയ്തത്. ഞങ്ങളൊക്കെ ഇപ്പൊ ആരോഗ്യവാന്മാരായിട്ടിരിക്കുന്നതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷെ അങ്ങനെ ആവണമെന്നില്ലല്ലോ. എനി ടൈം, എനിവെയർ, എനി ഹൗ അല്ലേ? അന്നേരം ആ ഒരു ചായയുടെ പൈസ മാത്രം നീക്കി വെക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഐ ബിലീവ് ഇൻ അൺസർട്ടനിറ്റി അല്ലേ? അൺസർട്ടനിറ്റി ഉണ്ട് ലൈഫിൽ. നമ്മളൊക്കെ സെർട്ടനിറ്റിയിലാണ് വിശ്വസിക്കുന്നത്. നോ, ദർ ഇസ് അൺസർട്ടനിറ്റി. ചിലപ്പോൾ സെർട്ടനിറ്റിക്ക് മുകളിലായിരിക്കും അൺസർട്ടനിറ്റി ഉണ്ടാവുക. അന്നേരം നമുക്ക് ഒരു ചായയുടെ പൈസ അങ്ങ് മാറ്റി വെച്ചാൽ വരാവുന്ന അൺസർട്ടനിറ്റിക്ക് ഏറ്റവും നല്ല മുതൽക്കൂട്ടല്ലേ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് വൈകിയാണെങ്കിലും 3 വർഷം മുമ്പ് ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തത്. ഞങ്ങളെക്കാട്ടിലും ഭംഗിയായിട്ട് ഇത് കേൾക്കുന്നവരിലേക്ക് എത്തിക്കാൻ ഈ സംസാരത്തിലൂടെ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കോൺവെർസേഷനിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ആണ്. ആ സിമ്പിൾ ആയിട്ട് അതൊരു ചായ കുടിക്കുന്ന പൈസ ശരിക്കും പറഞ്ഞാൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പീസ്ഫുൾ ആയിട്ട് നിൽക്കാം അല്ലേ? സൂപ്പർ. സത്യം പറഞ്ഞാൽ എനിക്കും അത് ഇപ്പൊ പോയിട്ട് എടുത്താലോ എന്നുള്ളൊരു തോന്നലുണ്ട്. ടു ബി ഓണസ്റ്റ് പറയാലോ, അതൊരിക്കലും വെറുതെ എക്സാജറേറ്റ് ചെയ്ത് പറയണല്ല. പക്ഷെ ഇത്ര ചെറിയ ഒരു എമൗണ്ടേ വരുന്നുള്ളൂ എന്നുള്ള ഒരു കാൽക്കുലേഷൻ വന്നപ്പോ ഐ എം വെരി മച്ച് കൺവിൻസ്ഡ്. സം അഷ്യൂർഡ് ഫോർ ദിസ് ഇൻഷുറൻസ് ഈസ് 15 lakh. 15 ലക്ഷം രൂപയാ ചായ കുടിക്കുന്ന പൈസക്ക് അഷ്യൂർ ചെയ്ത് നമുക്ക് എന്തെങ്കിലും ഇൻസിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. അതും കൂടി ഓർക്കണം. വിജി, ഇത്ര സിമ്പിൾ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല വേറെ ആർക്കും പറഞ്ഞുതരാൻ പറ്റുമെന്ന്. സത്യം. അതെ, ഒരു ചായ കുടിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ 15 ലക്ഷം രൂപയുടെ സമ്മ് നമുക്ക് ഇൻഷുർ ചെയ്യാം അല്ലെ? പുള്ളി അഡ്വർടൈസിംഗ് ഫീൽഡ് ആയതുകൊണ്ടാണ് നിർത്തില്ല. ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ, കുറച്ച് വാക്കുകൾ കൊണ്ട് ഇത്ര ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിട്ട് പറയാൻ പറ്റുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മൾ വേണമെങ്കിൽ അടുത്തൊരു 3-4 തവണ വന്ന് പറയേണ്ട സാധനം പുള്ളി ഒരു ഇതിൽ പറഞ്ഞു തീർക്കും. സത്യം, ഐ എം ഇംപ്രസ്ഡ്. ആൻഡ് ഞങ്ങൾ ആലോചിക്കുന്നത്, എനിക്ക് നല്ലൊരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട് മെഡിക്കൽ ഇൻഷുറൻസിൽ വർക്ക് ചെയ്യുന്ന ആള്. ഞാൻ അവനെ വിളിക്കും, അത് എന്നെ ഒന്ന് വേഗം സേഫ് ആക്കും. സോ അതാണ് തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആണ് പറഞ്ഞത്. നമുക്കിത് വലിയൊരു ഹ്യൂജ് എമൗണ്ട് വേസ്റ്റ് ആയി പോകുന്നത് എന്നുള്ളൊരു വിചാരത്തെക്കാളും കുഞ്ഞ് എമൗണ്ട് ആണ് എന്ന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഇറ്റ്സ് ലൈക്ക് നമ്മുടെ ഒരു ജീവന്റെ വിലയുണ്ട്. എക്സാക്ട്ലി. അതെ. ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 10 മണി സമയം അല്ലെങ്കിൽ ഈ സമയം 9:30 സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പോയി ഒരു ചായ കുടിക്കുന്ന സമയത്ത് ഇത് വേണമെങ്കിൽ ഒന്ന് ഓർത്തിരുന്നു കഴിഞ്ഞാൽ അതെ, ഒരു ചായ ഇന്ന് കുടിച്ചെന്ന് വിചാരിച്ച് റിഗ്രറ്റ് ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് 20 രൂപ ഇൻഷുറൻസ് കൊടുത്തു, അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ലെന്ന് വിചാരിച്ച് നമുക്ക് റിഗ്രറ്റ് വരാൻ ചാൻസ് ഇല്ല. അതെ, അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ചിന്തിക്കും.